കെ.പി.സി.സിയിൽ സമഗ്ര അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മാർച്ച് അവസാനത്തോടുകൂടി തന്നെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ. സുധാകരനെ മാറ്റി പകരം പുതിയ ആളെ കണ്ടെത്തുമെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇവിടെ കേരള നേതാക്കൾ നേതൃമാറ്റമെന്ന വാർത്തകളൊക്കെ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെയൊരു കാര്യമേ അജണ്ടയിലില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നാളെ കേരള നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, നിർണായക യോഗം നാളെ ഡൽഹിയിൽ ചേരാൻ പോവുകയാണ്. ഒരു നേതൃമാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഏവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടും ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ രണ്ട് റിപ്പോർട്ടുകളും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ നേതൃതലത്തിൽ ഒരഴിച്ചുപണി, ഒരു മാറ്റം അനിവാര്യമാണ്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ. സുധാകരനെ മാറ്റണം എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകളിലുള്ളത്. അപ്പോൾ ആ രണ്ട് റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ യോഗം ചേരുന്നത്. കെ. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ മറ്റു ചില പേരുകൾ സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഉയർന്നു വരുന്നുണ്ട്. അത് അടൂർ പ്രകാശിന്റെയും കെ. മുരളീധരന്റെയും ബെന്നി ബെഹനാന്റെയും ഒക്കെ പേരുകളാണ്. ഇതിൽ ഇനി സുധാകരനെ മാറ്റി പകരം പുതിയ ആൾ വരുമോ അതോ സുധാകരൻ തന്നെ തുടരുമോ എന്നൊക്കെയാണ് എന്തായാലും ഉറ്റുനോക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാകും സാധ്യതകൾ എന്ന് നോക്കാം. അജിംസ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാനിടയുണ്ടോ? ഈ സുനിൽ കനകോലു സമർപ്പിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിലോ മറ്റുമാണ് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് കൊടുത്ത് അതിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ശരിയാണെങ്കിൽ അടിയന്തരമായി നേതൃമാറ്റം വേണമെന്നാണ് കനകോലു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് വേറെ എന്തെങ്കിലും പ്രശ്നമാണല്ലോ. ഒന്ന്, കെ. സുധാകരൻ പ്രസിഡന്റ് ആവുന്നൊരു സമയം നമുക്കറിയാം. കെ. സുധാകരൻ എന്തുകൊണ്ട് കെ.പി.സി.സി അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നു വെച്ചാൽ സുധാകരൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സമുദായത്തെ കൂടി അടുപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമായിരുന്നു. പക്ഷെ അത് എത്രമാത്രം വിജയിച്ചു ഇല്ല എന്നുള്ളത് കോൺഗ്രസ് വിലയിരുത്തേണ്ടതാണ്. ആ ലെവലിലേക്ക് കോൺഗ്രസ് പോയോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ടതെന്നാണെന്ന് അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്. പ്രായാധിക്യമുണ്ടെങ്കിലും അദ്ദേഹം അത് സമ്മതിക്കാതെ അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കനകോലിൻ്റെ റിപ്പോർട്ട് പറയുന്നത് അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണം നേതൃമാറ്റം എന്നുള്ളതാണ്. അപ്പോൾ നേതൃമാറ്റം ഞാൻ മാറില്ല എന്ന നിലപാടൊന്നും സുധാകരനില്ല. സുധാകരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ഇങ്ങനെ ചർച്ചകൾ നടക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിഷമമായിരിക്കും തീർച്ചയായിട്ടും. AICC നേതൃത്വം അതിൻ്റെ ആളുകളോടൊക്കെ വിളിച്ച് ചോദിക്കുക, നേതാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതൊക്കെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു മോശമായി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തോ മോശമായി എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതുമാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ചയൊന്നുമില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നത്. അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് സതീശനും മറ്റുള്ളവരും പറയുന്നത് അങ്ങനെ ചർച്ചയില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ ചർച്ചയില്ല എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ. പക്ഷേ ഉടൻ നേതൃമാറ്റം വേണമെന്നുള്ള സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് AICC നേതൃത്വത്തിൻ്റെ പരിഗണനയിലാണ്. സുധാകരന് പകരം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ സുധാകരൻ മാറാൻ തയ്യാറാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഞാൻ അതിൽ തന്നെ കടിച്ചു നോക്കിക്കൂടെ എന്നെ മാറ്റാൻ പറ്റില്ല എന്നൊന്നും അദ്ദേഹം പറയില്ല. ഒരു പക്ഷേ ഒരു പാക്കേജ് പോലെ അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശം കൂടി AICC നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞ ചില ആളുകൾക്ക് സീറ്റോ കൊടുക്കേണ്ടി വരും. അങ്ങനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടായേക്കാം. സുധാകരൻ മാറും എന്നുള്ളത് ഉറപ്പാണ്. അത് മിക്കവാറും ഈ ഏപ്രിലിൽ അഹമ്മദാബാദിലാണെന്ന് തോന്നുന്നു അടുത്ത AICC സമ്മേളനം നടക്കാൻ പോകുന്നത്. ആ സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റുമാർ വരണം എന്നുള്ളതാണ് AICCയുടെ ഒരു നിർദ്ദേശം. അപ്പോൾ പുതിയ പ്രസിഡന്റ് വരുമെന്ന് പറഞ്ഞാൽ സുധാകരൻ ഈ മാർച്ചിൽ തന്നെയോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ മാറാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഉടൻ മാറും എന്ന് പറയുമ്പോൾ ഈ ഉടൻ എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസം തീരാൻ പോവാണ്. ഒരുപക്ഷെ മാർച്ചിലായിരിക്കും അദ്ദേഹം മാറിയിരിക്കും. അപ്പോൾ സുധാകരൻ മാറുമ്പോൾ പകരം ആര് വരും എന്നുള്ള ചർച്ചയിൽ ഒരുപാട് പേരുകൾ ഉയർന്നു വരുന്നുണ്ടെന്ന്. കെ. മുരളീധരൻ്റെ പേരുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, റോജി എം ജോണിൻ്റെ വരെ പേര് പരിഗണിച്ചിരുന്നു. അടൂർ പ്രകാശ് തനിക്കാവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ആവുന്നതിനോട് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ട് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഖാർഗെയ്ക്ക് ഉണ്ടായേക്കാം. ഇപ്പോൾ സജീവമായ പരിഗണനയിലുള്ള പേര് ബെന്നി ബെഹനാനും അതുപോലെ അടൂർ പ്രകാശും കെ. മുരളീധരനുമാണ്. 12 പേരുടെ പട്ടിക സുനിൽ കനകോലു കൊടുത്തിട്ടുണ്ട് AICC നേതൃത്വത്തിന് വരാൻ സാധ്യതയുള്ള ആളുകളെക്കുറിച്ച്. അതിൽ മുരളീധരൻ്റെ പേരിന് കുറച്ച് പ്രോമിനൻസ് ഉണ്ട്. കൂടുതൽ പേരും പിന്തുണയ്ക്കുന്നത് മുരളീധരനെയാണ്. അതായത് കനകോലു ടീം നടത്തിയിട്ടുള്ള സർവേയിൽ കേരളത്തിൽ കൂടുതൽ പേരും പിന്തുണയ്ക്കുന്നത് മുരളീധരനെയാണ് എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സാമുദായിക സന്തുലനം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. മുഖ്യമന്ത്രി ഒരു സമുദായത്തിൽ നിന്നാവുമ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ മറ്റു സമുദായത്തിൽ നിന്നാവണം എന്നുള്ളതൊക്കെയാണ് അവരുടെ ലൈൻ. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരൊക്കെയാണെന്നുള്ള ലൈനപ്പ് വെച്ചിട്ട് അടുത്ത അധ്യക്ഷൻ ആരാണെന്ന് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത രീതി. അതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സുധാകരൻ ആവുന്നത് ഈഴവ സമുദായത്തെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുക, കാലങ്ങളായി കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമുദായത്തെ അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനെത്രമാത്രം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഒരു കണക്കൊന്നും നമ്മുടെ കയ്യിലില്ല. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു
ആ വോട്ട് കിട്ടിയോ ഇല്ല എന്നുള്ളതിനപ്പുറം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കണമല്ലോ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അടൂർ പ്രകാശിൻ്റെ പേര് വരുന്നത് പോലും SNDP യോഗവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം വെച്ചിട്ടാണ്. പക്ഷേ അടൂർ പ്രകാശ് വരുന്നതിനോട് സുധാകരൻ അത്ര താല്പര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പിന്നെയുള്ളത് ഈ ക്രിസ്ത്യൻ സമുദായം. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നൊരു ടവറിങ് ലീഡർ കോൺഗ്രസ്സിലില്ല എന്നൊരാക്ഷേപം കോൺഗ്രസ്സിനകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിൻ്റെ മരണശേഷം അങ്ങനെ ഒരു ലീഡർ എടുത്തു കാണിക്കാനില്ല. പിന്നെയുള്ളത് ബെന്നി ബെഹനാനാണ്. ബെന്നി ബെഹനാൻ പക്ഷേ ഒരു ഗ്രൂപ്പ് മാനേജർ എന്നതിനപ്പുറം അദ്ദേഹത്തിന് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശേഷിയുള്ള, ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രഭാവമുള്ള ഒരു ലീഡറാണെന്ന് പറയാനും കഴിയില്ല. പിന്നെ ഈ യുവതലമുറ എന്ന നിലയിൽ റോജി എം ജോണിൻ്റെയൊക്കെ പേര് ഈ 12 പേരുടെ പട്ടികയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ മുരളീധരന് അവിടെ ഒരു എഡ്ജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ കരുണാകരൻ്റെ ഒരു ലെഗസി, പിന്നെ കോൺഗ്രസ് കണ്ട ഏറ്റവും മികച്ച KPCC അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു മുരളീധരൻ. അതുമാത്രവുമല്ല, ഷാർപ്പ് ഷൂട്ടറാണ്, പൊളിറ്റിക്കൽ ഷാർപ്പ് ഷൂട്ടറാണ് മുരളീധരൻ. അങ്ങനെ ഷാർപ്പായി രാഷ്ട്രീയം പറയുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ്സിൽ അപൂർവമാണ് എന്നുള്ളതാണ് മുരളീധരൻ അതിലൊരു എഡ്ജ് കൊടുക്കുന്നത്. ഈ സാമുദായിക സന്തുലനം എന്ന് പറഞ്ഞാൽ ഓരോ സമുദായത്തിൽ നിന്ന് ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണോ, അതല്ല ആ സമുദായങ്ങളിൽ നിന്നുള്ളവർക്ക് സ്ഥാനാർത്ഥിമാരാക്കുകയാണോ, സീറ്റ് നൽകുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഈ നേതൃപദവികളിൽ എന്താണ്, ഓരോ സമുദായത്തിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്ത് വയ്ക്കുക, അങ്ങനെ സമുദായ സന്തുലനം നിലനിർത്തുക, അതാണോ വേണ്ടത്? അതല്ല ഇലക്ഷനിൽ സീറ്റ് വിതരണം ചെയ്യുമ്പോൾ അതിൽ സാമുദായിക സന്തുലനം പാലിക്കാറുണ്ടോ എന്നുള്ളതാണ്. അത് കോൺഗ്രസ്സിന് ഒരിക്കലും പാലിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അതിന് പകരം അവർ ചെയ്യുന്നത് എന്താണ്, KPCC അധ്യക്ഷൻ ഇന്ന സമുദായം, മുഖ്യമന്ത്രി മറ്റൊരു സമുദായം എന്നൊരു സമവായത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ തിരിച്ചടിക്കുക. കാരണം കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയം പറയേണ്ട ഒരു പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാർപ്പ് ഷൂട്ടറായ ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെയാണ് വരേണ്ടത്. മറ്റൊന്ന്, സാമുദായിക സന്തുലനം എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ വോട്ട് നേടുക എന്നുള്ളത് അതിൻ്റെ ആളെ തന്നെ കൊണ്ടു നിർത്തി ചോദിച്ചിട്ടല്ല വാങ്ങുക. കരുണാകരൻ അതല്ല ചെയ്തത്. കരുണാകരൻ്റെ ഒരു ലെഗസി അതാണ്, എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കുക, അവരുടെ വോട്ട് പാർട്ടിയിലേക്ക് ആകർഷിക്കുക. അതിലൊരു ഒരു പ്രത്യേകതരം സ്കില്ലുള്ള ഒരു നേതാവായിരുന്നു കരുണാകരൻ. അത് മുരളീധരന് ചെയ്യാൻ കഴിഞ്ഞാൽ മുരളീധരന് സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയാണ് കനകോലി ഉൾപ്പെടെയുള്ളവർ മുരളീധരൻ്റെ കാര്യത്തിൽ പറയുന്നത്. പക്ഷേ അവസാന ചർച്ചയിൽ എന്താവുമെന്ന് നമുക്കറിയില്ല. കാരണം ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ച് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയും. അടുത്ത അസംബ്ലി ഇലക്ഷൻ കൂടി അവരുടെ മുമ്പിലുണ്ട്. ഇനി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരായിരിക്കും, അത് വെച്ചിട്ട് വേണ്ട KPCC അധ്യക്ഷൻ എന്നൊക്കെ ചിന്തിച്ചാൽ നമ്മൾ പരമ്പരാഗത രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പായി KPCC അധ്യക്ഷ സ്ഥാനം മാറും. യെസ്, ദാസർ, ഒരു മികച്ച അധ്യക്ഷനാകാൻ സുധാകരന് കഴിയാതെ പോയോ? ഇപ്പോഴുള്ള പ്രധാന പ്രശ്നമായി ഐക്യമില്ലായ്മ, അത് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ഒന്നാമത് കോൺഗ്രസ്സിൽ ഐക്യമില്ലായ്ക എന്താണ് അതിഗുരുതരമായ രീതിയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതേക്കാൾ മാരകമായിട്ടുള്ള അനൈക്യവും പലതരത്തിലുള്ള വീഴ്പ്പലക്കലുകളൊക്കെ ആയിട്ട് പോയൊരു പാർട്ടിയാണ്. കോൺഗ്രസ് സംസ്കാരം എന്ന് പറഞ്ഞ സംഗതിയില്ലേ, കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഗ്രൂപ്പിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നെന്തോ കോൺഗ്രസ് ഒരു ഡിവൈഡഡ് ഹൗസാണ് എന്നൊരു അഭിപ്രായമേ എനിക്കില്ല. പിന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ ലോക്സഭാ സീറ്റിൽ വിജയിച്ച ഒരു മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണത്. അപ്പോൾ അതുകൊണ്ട് ജനകീയ പിന്തുണ ഇല്ലാത്തൊരു പാർട്ടിയാണെന്നും വിചാരിക്കേണ്ടതില്ല. കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു അവസ്ഥയിലാണെന്ന് തന്നെ പറയാൻ പറ്റും. നമ്പർ 1. നമ്പർ 2, സുധാകരനുമായി ബന്ധപ്പെട്ട് സുധാകരൻ അങ്ങനെ ഒരു പരാജയപ്പെട്ട KPCC പ്രസിഡൻ്റാണെന്ന അഭിപ്രായം എനിക്കില്ല. നോക്കൂ, സുധാകരൻ വരുമ്പോൾ അണികൾക്ക് വലിയ ആവേശം ഉണ്ടായിരുന്നു. കാരണം ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ്, വെട്ടൊന്ന് കഷ്ണം 2 എന്ന മട്ടിൽ സമീപിക്കുന്ന ഒരാൾ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലീഡർ വേണം എന്ന് വിചാരിക്കുന്ന യുവാക്കൾ ആയിട്ടുള്ള ആളുകൾ, ഈ സജീവ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ സുധാകരൻ വരുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു, വലിയ ആവേശമുണ്ടായിരുന്നു. സുധാകരൻ്റെ ഒരു കണ്ണൂർ ശൈലിയുണ്ട്. കണ്ണൂരിൽ CPM-മായി ഏറ്റുമുട്ടി വളർന്നു വന്നൊരു നേതാവാണ്. പക്ഷേ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്. പിന്നെ പഴയതുപോലെ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശം പെർഫോമൻസ് ആയിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ കണ്ണൂർ ശൈലിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ CPM-വുമായിട്ട് നേർക്കുനേരെ പൊരുതി വളർന്ന നേതാവ് എന്നുള്ള നിലക്ക് സുധാകരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നം CPM വിരുദ്ധത എന്നുള്ളതായിരുന്നു. നോക്കൂ, ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയം, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, മോഡി വിരുദ്ധ രാഷ്ട്രീയം, ഹിന്ദുത്വക്കെതിരായുള്ള രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുന്ന കാലത്ത് ഒരു KPCC പ്രസിഡന്റ് എപ്പോഴും
CPM-നെ കുറിച്ച് ഇടതുപക്ഷ വിരുദ്ധത അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയത്തിന് പ്രശ്നമാണ്. അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ അത് ബാധിക്കുന്നുണ്ട്. CPM-നെ നിരന്തരമായി വിമർശിക്കുകയും ആ ഒരു അളവിലും തീക്ഷ്ണതയിലും മോഡിയെയോ RSS-നെയോ BJP-യെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് CPM-ൻ്റെ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ മുഖത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് രണ്ട് പ്രധാന പ്രശ്നമായിട്ട് സുധാകരനെ ഞാൻ കാണുന്നു. ഒന്ന്, അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത ശാരീരികമായി ഉള്ള പ്രശ്നങ്ങൾ, പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ അത് കൃത്യസമയത്ത് ഏറ്റവും ആപ്റ്റായ സമയത്ത് ഉപയോഗിക്കേണ്ട ഏറ്റവും ആപ്റ്റായ വാക്കുകളാണോ എന്ന് ചോദിച്ചാൽ അതല്ലാതായി പോകുന്നുണ്ട്. നമുക്കൊരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡർ സംഘടനയെ ചലിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു വശത്ത് ചെയ്യുന്ന പണിയാണ്. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്, പ്രയോഗങ്ങൾ എന്താണ്, അതിലെ പ്രിഫറൻസുകൾ എന്താണ്, ഇതൊക്കെ ഒരു ലീഡറെ ഷേപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ലീഡറെക്കുറിച്ചുള്ള പ്രതിച്ഛായയെ ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പുതിയ തലമുറ അവർ ഇഷ്ടപ്പെടുന്ന വാക്കുകളാണോ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രയോഗങ്ങളാണോ സുധാകരൻ നടത്തുന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഒരാളാണ്. നോക്കൂ, അപ്പുറത്ത് ഈ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറായിട്ടുള്ള സതീശൻ അത്തരം കാര്യങ്ങൾ വളരെ മുന്നിലാണ്. ഈ പറയുന്ന പുതിയ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിലും പുതിയ തലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ അതുമായിട്ട് നോക്കുമ്പോൾ സുധാകരൻ അതിൽ കിതച്ചു പോകുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, താൻ പറഞ്ഞതിൽ കുഴപ്പം എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും അദ്ദേഹത്തിന് പറ്റാത്ത പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാറുന്നത് തന്നെയാണ് KPCCയെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാർട്ടിയെ ഒരു ഭാവനയോടുകൂടി മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ രാഷ്ട്രീയമായ ഭാവന വേണം, സംഘടനയെ നയിക്കാനുള്ള ശേഷിയും വേണം. അപ്പം അങ്ങനെ അതാണ് സാമാന്യമായിട്ട് ഒരു പാർട്ടി അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെ പ്ലെയിൻ ഗ്രൗണ്ടിൽ ആലോചിച്ചിട്ട് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം കോൺഗ്രസിന്. അതാണ് അജിംസ് പറഞ്ഞത്. ഈ പറയുന്ന പലതരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങൾ അതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു ഡിബേറ്റാണ്. ഇപ്പോൾ സുധാകരൻ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നു. അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആയതുകൊണ്ട് ആ കമ്മ്യൂണിറ്റി അക്കാരണത്താൽ വലിയ തോതിൽ കോൺഗ്രസുമായിട്ട് അടുത്തിട്ടുണ്ടോ, അവരുടെ പിന്തുണ കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ഇതുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ അഭിപ്രായം ഇല്ല. ഓഫ് കോഴ്സ് കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെ ഒരു പെർട്ടിക്കുലർ സ്ഥാനത്ത് നിർത്തിയത് കൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലെ ആളുകളൊക്കെ കൂട്ടമായി ഈ പാർട്ടിയുടെ കൂടെ വരും എന്ന് വിചാരിക്കുന്ന അർത്ഥമാണ് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ പുതിയ കാലത്ത് ആളുകൾ അതിനപ്പുറം ചിന്തിക്കുന്നുണ്ട്. പ്ലെയിനായിട്ട് പറഞ്ഞാൽ ഈഴവ KPCC പ്രസിഡൻ്റാണ്, എന്നാൽ പിന്നെ നമുക്കെല്ലാം കൂടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തേക്കാം എന്ന് ഈഴവർ വിചാരിക്കുമോ എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ആ രാഷ്ട്രീയം സംസാരിക്കാൻ സാധിക്കുന്ന, സംഘടനയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ഭാവനയുള്ള മികച്ച ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ധീരമായ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് പലപ്പോഴും അതിന് സാധിക്കില്ല. ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അങ്ങനെ ഒരാൾ വന്ന് ഈ കമ്മ്യൂണിറ്റി ഇക്വേഷൻ പാലിച്ചില്ല എന്ന് വിചാരിക്കുക. പാലിക്കാത്തത് കൊണ്ട് അത് ഒരു റിയൽ ടൈം ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടാവുകയും ചെയ്യില്ല. പക്ഷേ പാർട്ടിക്കകത്ത ആളുകൾ അവസരങ്ങൾ ഉയർത്തും. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ അത്രയില്ല, ഈ കമ്മ്യൂണിറ്റിക്ക് കൂടുതലായി, ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് പലപ്പോഴും ധൈര്യപ്പെടില്ല. കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ധൈര്യപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കമ്മ്യൂണിറ്റി ഇക്വേഷൻ നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പം ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ലീഡേഴ്സ് കുറവാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അവരുടെ റെപ്രസെൻറ്റേഷൻ പാർട്ടിയിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും പാർലമെൻ്ററി പാർട്ടിയിലാണെങ്കിലും കുറവാണെന്നുള്ളൊരു പ്രശ്നം കോൺഗ്രസ്സിനുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം വലിയ തോതിലുണ്ട്. നേരത്തെ ഇതുവരെയുള്ളൊരു കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ഒരു സാമുദായിക പ്രാതിനിധ്യത്തെക്കാൾ കൂടിയ അളവിൽ പ്രാതിനിധ്യം കോൺഗ്രസ്സിലും ഭരണത്തിലും ക്രിസ്ത്യൻ സമുദായത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരളവിലില്ല. പക്ഷേ ആ ഒരു അളവിൽ കുറവ് വരുമ്പോഴേക്ക് തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ KPCC പ്രസിഡന്റിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ലീഡർ വേണം എന്നൊരാശയം വളരെ പെട്ടെന്ന് പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ബെന്നി ബെഹനാൻ്റെയും സണ്ണി ജോസഫിൻ്റെയും ഒക്കെ പേരുകൾ വരുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തുക എന്നുള്ള കോൺഗ്രസ്സിന് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം അവരുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഇക്വേഷനിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. കേരള കോൺഗ്രസ് കൂടെ ഇല്ല
എന്നുള്ള ഗുരുതരമായൊരു പ്രശ്നം കൂടെ അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രശ്നം കോൺഗ്രസിന് മുമ്പിലുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയുക, അതിനെ മറികടന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് സാധിക്കണമെന്നാണ്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഞാനും അജിംസ് പറഞ്ഞിടത്താണ് ഏറ്റവും മികച്ച പ്രസിഡന്റ് ആരായിരിക്കും വെച്ചാൽ മുരളീധരനായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം പ്രൂവ് ചെയ്ത ഒരാളാണ്. KPCC പ്രസിഡന്റ് നമുക്ക് പ്രൂവ് ചെയ്ത ഒരാളാണ്. ഈ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ധാരണയുണ്ട്. സംഘടനയെ ശരിക്കും സംഘടനയെ ചലിപ്പിച്ച പരിചയമുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത് പാർട്ടിക്ക് അകത്തുള്ള എതിർപ്പുകൾ മറ്റാരേക്കാളും കൂടുതൽ മുരളീധരനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഗോഡ് ഫാദേഴ്സ് ഇല്ല. ഗോഡ് ഫാദേഴ്സ് ഇല്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വലിച്ചിടാൻ ശ്രമിക്കുന്ന ആളുകളും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണിത് കറങ്ങിത്തിരിഞ്ഞെത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ള അപകടകരമായിരിക്കും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനിടയിൽ ഈ പറയുന്ന ആഭ്യന്തര തർക്കങ്ങളുമായിട്ട് നടക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ അതുണ്ടാക്കുന്ന പ്രശ്നം വളരെ ഗുരുതരമായിരിക്കും. അപ്പോൾ കോൺഗ്രസ്സുകാർ ഞങ്ങൾ മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. മുമ്പത്തെ അവസ്ഥയല്ല. ഇപ്പോൾ ഈ പറയുന്ന BJP എന്ന് പറയുന്ന പ്ലെയർ നേരത്തെ ഉള്ളതിനേക്കാൾ പ്രൊമിനൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട് കേരളത്തെ സംബന്ധിച്ച്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു തവണ കൂടെ UDF അധികാരത്തിന് പുറത്ത് നിൽക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്താണ് സംഭവിക്കുക? കോൺഗ്രസ് നശിക്കും, കോൺഗ്രസ് ദുർബലമാകും. അപ്പോൾ കോൺഗ്രസ് ചീഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളം കണ്ടെത്തുക എന്നുള്ളതാണ്. അതേ BJPയെ സംബന്ധിച്ചൊരു സാധ്യതയുള്ളൂ. ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ ശക്തമായി നിൽക്കുന്ന കാലത്തോളം BJPക്ക് ഒരു എൻട്രി സാധ്യമല്ല. അപ്പോൾ ഒന്ന് ദുർബലമാകണം. CPM ഉൾപ്പെടുന്ന LDFനെ ദുർബലമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഏറ്റവും എളുപ്പ വഴി എന്താണ്? അടുത്ത ഇലക്ഷനിൽ കൂടെ CPM അധികാരത്തിൽ വരാനുള്ള, LDF അധികാരത്തിൽ വരാനുള്ള തന്ത്രങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള ഒരു ഇലക്ഷനിയറിംഗ് നടത്തുക, UDFനെ പുറത്ത് നിർത്തുക, കോൺഗ്രസിനെ പുറത്ത് നിർത്തുക. സ്വാഭാവികമായിട്ടും നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടു. കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് ദുർബലപ്പെട്ടു പോകേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയോ? അപ്പുറത്ത് BJPക്ക് ഒരു സീറ്റും കിട്ടിയില്ല. നോക്കൂ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സെനാരിയോ നമുക്കറിയാം. LDF വിജയിക്കുന്നു, UDF പരാജയപ്പെടുന്നു, BJPക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്നു. ഈ സെനാരിയോ വേറൊന്നാന്ന് വിചാരിക്കാം. LDF വിജയിക്കുന്നു, UDF പരാജയപ്പെടുന്നു, BJP കുറച്ചധികം സീറ്റുകൾ വിജയിക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിൽ കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല. കോൺഗ്രസ് അതിൻ്റെ ശക്തി ക്ഷയിക്കാതെ നിലനിന്നതും മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന BJP ഉള്ള അക്കൗണ്ട് പോലും പൂട്ടിയ അവസ്ഥയിലായതുകൊണ്ട് കൂടെയാണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അവരുടെ പൊളിറ്റിക്കൽ ഡിസൈൻ്റെ ഭാഗമാണ്. അങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ കോൺഗ്രസ് സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ എക്സ്ട്രാ വർക്ക് നടത്തിയാൽ മാത്രമേ അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംഘടന വൃത്തിയായി നിൽക്കുക, അതിൻ്റെ ആഭ്യന്തരമായിട്ടുള്ള അതിൻ്റെ അവസ്ഥകൾ ശരിയാം വിധം ചിട്ടപ്പെടുത്തുക എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. ഈ പറയുന്ന ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകാതെ ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ ധീരമായൊരു തീരുമാനത്തിലെത്താൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവരവരുടെ ശവക്കുഴി തോണ്ടുകയായിരിക്കും. എന്തായാലും ഇത്തവണയെങ്കിലും അധികാരത്തിലേറേണ്ടതിൻ്റെ പ്രാധാന്യം അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. എന്തായാലും ഒരു അഴിച്ചുപണി കോൺഗ്രസിനകത്ത് ഉണ്ടാകും. അത് ഇപ്പോൾ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ സുധാകരനെ പൂർണ്ണമായും അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് അത് സാധ്യമാകില്ല എന്ന് ഹൈക്കമാൻഡിന് അറിയാം. അദ്ദേഹത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.